ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി വിധിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് നിർദ്ദേശം. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. അറസ്റ്റ് തടഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതായത് ഈ ഒളിവിൽ നിന്നും ഒളിജീവിതത്തിൽ തിരികെ പാലക്കാട് എത്തി അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. പോലീസ് രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചാൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റിലേക്കുള്ള നടപടികൾ, കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളൊക്കെ പോലീസ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ അറസ്റ്റ് വ്യാഴാഴ്ച വരെയും നീട്ടിയിരിക്കുന്നു. എന്താണ് നടപടി? അതോടൊപ്പം ഇനിയും, അതായത് വ്യാഴാഴ്ച വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കുമോ? ഇത്തരം കേസുകളിൽ സാധാരണയായി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണോ അന്വേഷണ സംഘം പാലിക്കുന്നത് അതേ കീഴ്വഴക്കം തന്നെയായിരിക്കും ഈ ഒരു കേസിലും ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് അസാധാരണമായ മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല. അതായത് ഒരു ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനുള്ള സാധ്യതയൊക്കെ ഈ 2 ദിവസത്തിനിടയിൽ ഇനി കാണുമോ എന്ന സംശയമാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ വേണ്ട എന്നൊരു നിലപാടിലാണ് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യും. എന്തായാലും ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. അങ്ങനെ 10 ദിവസത്തേക്ക്, അതായത് ഇന്ന് വരെയായിരുന്നു അറസ്റ്റ് ആദ്യം തടഞ്ഞത്. അതേസമയം കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടത് ഉണ്ട് എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വിശദമായ വാദം കേൾക്കൽ ഉണ്ടായിട്ടില്ല. അത് വിശദമായ വാദം കേൾക്കാനായി വ്യാഴാഴ്ചയായിരിക്കും ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുക. അതുവരെ നേരത്തെ എടുത്ത തീരുമാനം, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം, അത് വ്യാഴാഴ്ച വരെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. കോടതി അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രമേ തുടർ നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതേസമയം രണ്ടാമത്തെ ബലാത്സംഗ കേസ് ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. അതുവരെ അതിൽ മറ്റ് തുടർ നീക്കങ്ങളൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീലാണ്, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീലാകും. അതായത് കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയ നിർദ്ദേശം, അതായത് ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിനെതിരെ, ഈ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ തന്നെ അപ്പീൽ നൽകിയത് കൊണ്ടാണോ ഇന്ന് ഹാജരാകാതിരുന്നത്? അത്തരമൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നതും? എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം ആ വിധിയിലില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. അങ്ങനെയാണ് അതിൽ വളരെ കൃത്യമായി എടുത്തു പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ എപ്പോഴാണ് ഹാജരാകേണ്ടത് എന്നത് പരാമർശിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഒരു നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിനോ അഭിഭാഷകനോ ഒന്നും അന്വേഷണ സംഘം ഇതുവരെ നൽകിയിട്ടില്ല. എവിടെ വരണമെന്നോ എപ്പോൾ വരണമെന്നോ ആരെ കാണണമെന്നോ ഒന്നും ഔദ്യോഗികമായി രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് രാഹുലിൻ്റെയും അഭിഭാഷകരുടെയും വാദം. അതുകൊണ്ടാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാതിരുന്നത്. മാത്രമല്ല, ഇതിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായതിനാൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തതിന് ശേഷം മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇതൊരു വ്യക്തിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിവാദപരമായ ഇടപെടലുകളോ അത്തരത്തിലുള്ള നടപടികളോ ഒന്നും തിടുക്കത്തിൽ വേണ്ട എന്നൊരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം പഴുതുകൾ അടച്ച് കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലി. അതിൻ്റെ ഭാഗമായി ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഒരിക്കലും കരുതിയതല്ല. അവിടെ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള
പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുള്ള മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ രണ്ട് കേസുകളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഒരു വാദം വരുന്ന ദിവസം നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട കേസായി കാണരുത് എന്നായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായി കോടതിയിൽ ബോധിപ്പിക്കുക. അതിനുവേണ്ടി കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളായിരിക്കും പ്രോസിക്യൂഷൻ അത് ഹാജരാക്കുക എന്നാണ് സൂചന. അതിനുവേണ്ടിയുള്ള തെളിവ് ശേഖരണം അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി. അതുവരെ നിരീക്ഷണത്തിൽ വെക്കുക രാഹുലിനെ എന്ന ഒരു നീക്കമാണ്, എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വളരെ കൗതുകകരമായ കാഴ്ചയാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂട്ടറിൽ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായി കാണുന്നു, കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കുന്നു. പക്ഷേ ഇവിടെ തൊട്ടു പിന്നാലെ പോലീസുണ്ട്, മാധ്യമങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്.